ഡിവോഴ്സ് കേസുകളിൽ ഒരിണയ്ക്ക് ഡിവോഴ്സ് താൽപ്പര്യമില്ലെങ്കിൽ നിയമപരമായി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക? പലപ്പോഴും ഡിവോഴ്സ് കേസുകൾ നമ്മൾ കാണുമ്പം ഒരു പാർട്ട്ണർക്ക് വേണ്ട എന്ന് തോന്നുന്ന അതേ ഗ്രാവിറ്റിയിൽ മറ്റേ പാർട്ട്ണർക്ക് വേണം എന്നും തോന്നാറുണ്ട്. അപ്പം തന്നെ ഉപേക്ഷിച്ചു പോകുന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും തന്നെ ഉപേക്ഷിക്കരുതെന്ന് ഒരുപാട് തവണ യാചിക്കുകയും കാലെ പിടിക്കുകയും കരയുകയും ഡിപ്രഷനിലാവുകയും അങ്ങനെ ഒരുപാട് കാലത്തെ ഇമോഷണൽ ട്രോമകളിൽ കൂടെ കടന്നു പോകുന്ന പാർട്ട്നേഴ്സിനെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. കാരണം ഇതൊരു ഇഷ്ടമാണല്ലോ, ഇത് ഓൾ ഓഫ് എ സഡൻ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് കയറിപ്പോകാൻ പറ്റാത്ത വിധം മാനസികമായിട്ട് അവർ ആ ബന്ധത്തിൽ ഹാങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ബന്ധത്തിൽ നിന്ന് തിരിച്ചു വരാൻ ഒരുപാട് പേഴ്സണൽ സ്ട്രഗിളിൽ കൂടെ കടന്നു. അതിനെ ഒരു ഈസി ടാക്കിൾമെൻ്റ് അല്ല, അതൊരു സിറ്റുവേഷനാണ്. അതൊരു പാർട്ട്ണർ ജീവിച്ചിരിക്കുക, പാർട്ട്ണർ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അതിന് ഒരുപാട് ഇമോഷണൽ ട്രോമകളിൽ കൂടെ കടന്നുപോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒക്കെ ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് മാത്രമേ ഒരുപക്ഷെ മറ്റേ പാർട്ട്ണർക്ക് അത് ദഹിക്കുകയുള്ളായിരിക്കും. ഒരു വലിയ വിപത്ത് തന്നെയാണ് അത്തരത്തിൽ ഒരുപാട് അതുപോലത്തെ മാനസിക സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്നതും ആ ഒരു മെമ്മറീസിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ടൈം എടുക്കുന്നതും നമ്മൾ കാണാറുണ്ട്. പൊതുവെ ഡിവോഴ്സ് പ്രൊസീജിയറിൽ നമ്മൾ കാണുന്ന ഒരു നോർമൽ പ്രതിഭാസമാണത്. പലപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അവരെ ഫോർവേഡ് ചെയ്തും അവരെ ഇമോഷണലി ബിൽഡപ്പ് ചെയ്യാനുള്ള തെറാപ്പികളും കാര്യങ്ങളുമായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വഴി അവരെ എമോഷണലി ബ്രിങ്ങപ്പ് ചെയ്യാൻ, വൈകാരികമായിട്ട് ആ ബന്ധത്തിൽ നിന്ന് മുറിച്ച് മറ്റ് ഇടങ്ങളിൽ ഹാപ്പിനെസ് തേടാൻ അവരെ പ്രേരിപ്പിച്ചു, മറ്റ് കാര്യങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചൊക്കെയാണ് ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരിക പൊതുവെ.